തിരുവനന്തപുരത്ത് എന്താണ് മഴയുടെ അവസ്ഥ? മഴ കനത്ത് പെയ്യുന്നുണ്ടോ തിരുവനന്തപുരത്ത്? തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുകയാണ് സ്കേൻ. എന്തായാലും 4 ജില്ലകളിൽ, അതായത് മഴ മുന്നറിയിപ്പില്ലാത്ത 4 ജില്ലകളിൽ തിരുവനന്തപുരവും പെടുന്നുണ്ട്. പക്ഷേ മഴ മാറി നിൽക്കുന്നെങ്കിലും ആകാശം മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന സാഹചര്യം നിലവിലുണ്ട്. എങ്കിലും സാധാരണ മഴയായിരിക്കും തിരുവനന്തപുരത്ത് ലഭിക്കാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും കോട്ടയം ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ട് മാത്രമാണ്. ഗ്രീൻ അലർട്ട് എന്ന് പറയുന്നത് സാധാരണ മൺസൂൺ കാലഘട്ടത്തിൽ നമുക്ക് സാധാരണ ലഭിക്കുന്ന മഴ ഈ 4 ജില്ലകളിൽ ലഭിക്കും. മറ്റ് ജില്ലകളിലാണ് അലർട്ടുകൾ ഉള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഇന്നലെ കണ്ണൂർ, കാസർഗോഡ് ജില്ല ഉൾപ്പെടെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് ആയിരുന്നെങ്കിൽ ഇന്ന് റെഡ് അലർട്ട് ഒരു ജില്ലകളിലുമില്ല. ഇന്ന് ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ ഈ 2 ജില്ലകളിലും സാധ്യതയുണ്ട്. അതുകൂടാതെ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. നാളെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായ കാറ്റിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണിക്കൂറിൽ 55 മുതൽ 65 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ഓരോ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഗുജറാത്ത് തീരത്തിനോട് സമീപത്തുള്ള ചക്രവാത ചുഴി ഇന്ന് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. സ്വാഭാവികമായി ഈ അറബിക്കടലിലുള്ള ചക്രവാത ചുഴി കൂടുതൽ ശക്തമാകുന്നതിനനുസരിച്ച് മൺസൂൺ കാറ്റിന്റെ ദിശ മാറും. അതിനനുസരിച്ച് സംസ്ഥാനത്ത് മഴയുടെ അളവ് കുറഞ്ഞു തുടങ്ങുമെന്നാണ് നിലവിൽ കരുതുന്നത്. എസ് കെ എൻ. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.